കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി സ്വദേശിനിയായ ജോളി റെജി തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. മരണത്തിലേക്ക് വഴുതിപ്പോകാമായിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് കരുണാമയന്റെ കരസ്പർശം അനുഭവിച്ചറിഞ്ഞ ജീവിതാനുഭവങ്ങൾ ഈ സഹോദരിക്ക് മറക്കാൻ കഴിയില്ല. രോഗക്കിടക്കയിൽ നിന്നുള്ള തിരിച്ചുവരവ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കൂടുതൽ ഊർജം പകരുകയായിരുന്നു. എൻ്റെയും ചെറുപ്പകാലത്ത് തന്നെ ബാല്യത്തിൽ തന്നെ എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും കർത്താവ് ഇടയാക്കി. എൻ്റെ 10ാമത്തെ വയസ്സിൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു മരിച്ച ലാസറിനെ 4 ദിവസമായി മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ആ സംഭവം ഞാൻ കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ അത് വല്ലാതെ എന്നെ ആകർഷിച്ചു. ആ ആകർഷണത്തിൽ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ആ ദൈവസേനയിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ 10ാമത്തെ വയസ്സിൽ എന്നെ ദൈവസേനയിൽ സമർപ്പിക്കാൻ തക്കണം കർത്താവ് ഇടയാക്കി. അതിനുശേഷം വിശ്വാസത്തിൽ വളർന്നു വരുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം പ്രതികൂലങ്ങൾ ആ സമയത്തൊക്കെ ഭവനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ മാതാവ് മാത്രമേ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ അതിനൊന്നും അനുവദിക്കാതിരുന്നത് കൊണ്ട് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ കൊണ്ട് എൻ്റെ വിവാഹം നടക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ചില വർഷങ്ങൾ ഞങ്ങൾക്ക് തലമുറകളില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആ സമയത്തൊക്കെ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റായി. ആദ്യം ഒരു പ്രാവശ്യം പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ അത് 5 മാസമായപ്പോൾ അത് അബോർട്ടായിപ്പോയി. അതിനുശേഷം വീണ്ടും 2 വർഷക്കാലം ഞങ്ങൾക്ക് മക്കളില്ലാതെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ആ ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു മാനുഷികമായി ഞങ്ങൾ മെഡിക്കൽ സയൻസിനെ ആശ്രയിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഭയം തേടാതെ ഞങ്ങൾ പ്രൈവറ്റിലുള്ള അവിടെയുള്ള ഏറ്റവും വലിയൊരു ഗൈനക്കോളജിസ്റ്റ് എന്ന് ആൾക്കാർ പറഞ്ഞു തന്നു. ഞങ്ങൾ ആ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ സാവന്ത് എന്നാണ് ഒരു ലേഡി ഡോക്ടറാണ് ആ ഡോക്ടറുടെ പേര്. ആ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ഞങ്ങൾക്ക് ചികിത്സ ചെയ്തു. വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി ഒരു 2 മാസം ആയപ്പോഴേക്കും എനിക്ക് പഴയതുപോലെ വീണ്ടും ബ്ലീഡിങ് ആയി. പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാൻ വളരെയധികം ദൂരമുണ്ട്. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്നെ എത്തിച്ചിട്ട് അവർ സ്കാൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല. അവരെന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് വന്നു. ക്വാർട്ടേഴ്സിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയപ്പോൾ ഒരു വല്ലാത്ത കണ്ടീഷനിലേക്ക് പോയി. ഞാൻ സിവിൽ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ അവർക്ക് നിയമപരമായ തടസ്സങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ഞങ്ങൾ പുറത്തു പോയതുകൊണ്ട് അവർ എന്നെ ട്രീറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാൻ നോക്കത്തില്ല. അവിടുത്തെ റോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വാഹനത്തിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ താഹ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ ഉള്ളിൽ ദൈവാത്മാ ഇടപെട്ടിട്ട് ഞങ്ങളെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാൻ ആ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിളിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ MHലേക്ക് കൊണ്ടുപോവാ, അവിടെ നമുക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ MHൽ അഡ്മിറ്റാക്കി എന്നെ DNC ചെയ്യാൻ വേണ്ടി അവർ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തി DNC ചെയ്തിട്ട് എനിക്ക് സുഖമായി എന്ന് പറഞ്ഞ് അവർ എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് വന്ന് ആ സമയം ആ 2 ദിവസം എൻ്റെ ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ സ്റ്റേജായിരുന്നു. ഒരു ആർമിയിൽ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് ഒരു കമാൻഡർ ആ ലേഡിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പട്ടാളക്കാരെ ഡിറ്റെയിൽ ചെയ്യണമെങ്കിൽ അവരുടെ അവസ്ഥ അത്രത്തോളം ഗുരുതരമായിരിക്കണം. അങ്ങനെ ഒരു ഗുരുതരാവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. എനിക്കറിയത്തില്ല ഞാൻ അത്രയും ഗുരുതരമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്. എൻ്റെ ശരീരമെല്ലാം ഒരു വെള്ള പേപ്പർ പോലെ വെളുത്തു. ഞാൻ വിചാരിച്ചു ഞാൻ റെസ്റ്റ് എടുക്കുകയും നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ രക്തമൊക്കെ ഉണ്ടായോ, അല്ലെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ വെളുത്തു വരികയാണെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ എൻ്റെ ഉള്ളിലുണ്ടായ ആ കുഞ്ഞ് ജീവനില്ലാതെ എൻ്റെ വയറ്റിൽ കിടന്ന് അഴുകി അത് പല പീസായി എൻ്റെ ശരീരത്തിലേക്ക് അത് വ്യാപിച്ചു. ഇൻഫെക്ഷൻ ആയില്ല, അത്രത്തോളം ഒരവസ്ഥയിലേക്കായി ദൈവം എന്നെ പരിപാലിക്കുകയായിരുന്നു ഇൻഫെക്ഷൻ ആകാതെ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നെ രക്ഷിക്കേണ്ടതിന് വേണ്ടി മെഡിക്കൽ സയൻസ് മിലിറ്ററി ഹോസ്പിറ്റലിലുള്ള എല്ലാ സംവിധാനങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ അവർ ഒരുക്കത്തോടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങളുടെ കമാൻഡർ അറിഞ്ഞു ഇങ്ങനെ സീരിയസ് ആയിട്ട് പോകുന്നുവെന്ന്. പട്ടാളക്കാരെ ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽ ചെയ്തു. എനിക്ക് എന്താവശ്യം വന്നാലും അവർ അതിനു വേണ്ടിയിട്ട് ഒരുമ്പെട്ട് നിൽക്കുവാൻ വേണ്ടി
അങ്ങനെ നിന്നിട്ട് പിന്നീട് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമാൻഡർ ഒരു ദിവസം ഓർഡർ ചെയ്തു, അവിടെ പട്ടാളത്തിൻ്റെ ക്യാമ്പിനകത്ത് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കവിടെ ഉണ്ട്. ചർച്ചുണ്ട്, മോസ്ക് ഉണ്ട്, പിന്നെ പഞ്ചാബികളുടേതായ ഇതുണ്ട്. അപ്പോൾ അവിടെയുള്ള പഞ്ചാബിയിലെ ആ ഗുരുദ്വാരയിലുള്ള പൂജ ചെയ്യുന്നവരോട് കമാൻഡർ പറഞ്ഞു എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് പൂജ ചെയ്യുവാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇവർ എനിക്ക് പൂജ ചെയ്യുവാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭാഷ അത്ര വലുതായിട്ട് അറിയത്തില്ല, എങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. തിരിച്ച് അവരോട് അത്യാവശ്യം തിരിച്ച് പറയാനുള്ള കഴിവും എനിക്കുണ്ട്. പക്ഷേ അപ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയപ്രകാരം എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ പൂജ എനിക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. കാരണം ഒരു കമാൻഡറുടെ ഓർഡറിന് വിപരീതമായിട്ട് ഒരു പട്ടാളക്കാരന് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവർക്ക് വന്നിട്ട് എന്നെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ പൂജ ചെയ്യേണ്ടി തന്നെ വരും. അങ്ങനെയായി പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഹിന്ദി അറിയത്തില്ല, നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ശരി ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർ ഒരിക്കലും വന്ന് എന്നെ ഇങ്ങനെ പൂജ ചെയ്യരുത്, ഞാൻ ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങയുടെ തേജസ്സും അങ്ങയുടെ മഹിമയും എന്നിൽ വെളിപ്പെടണം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി, പക്ഷേ ഇങ്ങനെ ഒരു പൂജയുടെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവർ മടങ്ങിപ്പോയി. ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, ദൈവമേ അവർ വരരുതേ എന്ന്. കാരണം ഹസ്ബൻഡിന് അവരോട് പറയാനുള്ള അധികാരമില്ല. ഒരു തന്നേക്കാൾ സീനിയറായ കമാൻഡർ പറഞ്ഞ ഓർഡറിന് വിപരീതമായി നിൽക്കുവാൻ ഒരിക്കലും ഒരു പട്ടാളക്കാരന് അധികാരമില്ലാത്തത് കൊണ്ട് ദൈവസനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവർ അന്ന് പിന്നീട് തിരിച്ച് പൂജ ചെയ്യുവാൻ വേണ്ടി വന്നില്ല. അങ്ങനെ എന്നെ DNC ചെയ്തു. DNC ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടത്തി. എനിക്ക് സുഖമായി എന്ന് പറഞ്ഞ് അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ക്വാർട്ടേഴ്സിൽ പോയി. ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആവുകയും എന്നെ വീണ്ടും ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ രണ്ടാമത് ചെന്ന് അഡ്മിറ്റായപ്പോൾ അവിടെ നിന്ന് ഒരു ആയ എൻ്റെ അടുത്ത് പറയാനിടയായി തീർന്നു, മോളെ നിന്നെ ആദ്യം DNC ചെയ്തപ്പോൾ നിനക്ക് ബ്ലീഡിങ് കൂടിയതുകൊണ്ട് ഡോക്ടറെ പേടിച്ച് ആ DNC നിർത്തിവെച്ചതാണെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഞാൻ രണ്ടാമത് ചെന്നപ്പോൾ വീണ്ടും എന്നെ DNC ചെയ്തു. കാരണം എൻ്റെ വയറ്റിൽ ആ പീസുകൾ ബാക്കി ഉണ്ടായിരുന്നു. അത് എൻ്റെ വയറ്റിൽ കിടന്ന് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയായിരുന്നു. എന്നെ അങ്ങനെ വീണ്ടും DNC ചെയ്തിട്ട് കുറച്ച് ദിവസം കൂടെ എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഞാൻ പൂർണ്ണമായി സൗഖ്യമായതിന് ശേഷമാണ് പിന്നീട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തത്. ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ റാവു എന്ന് പറയുന്ന ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിനക്കൊരു കുഞ്ഞുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്, നീ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാനൊരു ഡോക്ടറാണ് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഒരു നല്ല ഹോസ്പിറ്റൽ ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ സ്ഥലം മാറ്റം തരാം, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി തരാം, അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് കിട്ടും. അങ്ങനെ ആ ഡോക്ടർ പൂനെയിലേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് തന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൂനെയിലേക്ക് ട്രാൻസ്ഫറായി വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞിനെ വേണം, അതിന് എന്ത് ചികിത്സയാണ് ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടത്, ആ ഒരു ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ പൂനെയിൽ വന്നത്. അപ്പോൾ പൂനെയിൽ വന്നപ്പോൾ പൂനെയിൽ നിന്നും അതിനു മുമ്പ് പൂനെയിൽ സർവീസ് ചെയ്ത് ഹരിയാനയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ മത്തായി സാറ് അന്ന് ഞങ്ങളുടെ കൂടെ ഹരിയാനയിലുണ്ട്. അപ്പോൾ ഹരിയാനയിൽ വന്ന ആ മത്തായി സാറ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വരികയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പൂനെയിലാണ് പോസ്റ്റിംഗ് എന്ന് അറിഞ്ഞപ്പോൾ മത്തായി അങ്കിള് പൂനെയിലുള്ള ഞങ്ങളുടെ പാസ്റ്ററെ വിളിക്കുകയും ഇങ്ങനെ ഒരു വിശ്വാസി കുടുംബം ഫാമിലി അവിടോട്ട് വരുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിൾ വിളിച്ച് പറഞ്ഞത് മുഖാന്തരം അവിടെയുള്ള സഭ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ ക്വാർട്ടേഴ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് താമസിക്കണം. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂനെ IPCയിലെ പാസ്റ്ററും ദൈവജനവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ വീട് എടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ടാണ് അവർ ഞങ്ങളെ വിളിക്കാൻ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ അവർ ഞങ്ങൾക്ക് വീടെടുത്തിട്ടില്ല. പാസ്റ്റർ താമസിച്ച പാഴ്സനേജിലേക്ക് കൊണ്ടുപോയായിരുന്നു ഞങ്ങളെ അവർ. അങ്ങനെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി 14 ദിവസം ഞങ്ങൾക്ക് ആ പാസ്റ്റർ കൂടെ പാഴ്സനേജിൽ താമസിക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ആ ദൈവസന്നിധിയിൽ വളരെയധികം ദൈവമക്കളുള്ള ഒരു ദൈവസഭയായിരുന്നു അന്ന് പൂനെ IPC എന്ന് പറയുന്നത്. എല്ലാം നല്ല ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, അങ്ങനെ VIP-കൾ ഒത്തിരിയുള്ള ആ ദൈവസഭയിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവരുടെ ഒരു സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരനെ പോലെ അവർ ഞങ്ങളെ ആ ദേശത്ത് കൈക്കൊണ്ടിട്ട് അവർ
അവർ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം ശക്തമായി ആ സഭ പ്രാർത്ഥിച്ച് അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോയത് എങ്കിലും ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റലും കടന്നു പോകാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന, അബ്രഹാമിൻ്റെ ദൈവം, ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം, അവിടെയുള്ള ദൈവമക്കളുടെ ഞങ്ങളുടെ നിലവിളി കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ഉരുവാകുവാൻ തക്കണം ദൈവം സഹായിച്ചു. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ച് അവനൊരു പേരിട്ടു, ബോവസ്. അവനൊരു ആൺകുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1999 ഡിസംബർ 3-ാം തീയതി ഞാൻ എൻ്റെ മൂത്ത മകന് ജന്മം കൊടുക്കാൻ തക്കണം ഇടയായി തീർന്നു. അവൻ്റെ പേര് ബോവസ് തന്നെ എന്നിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ വേണ്ടുന്ന സംരക്ഷണങ്ങളൊക്കെ ദൈവം നൽകി തന്നു. അവിടെ മിലിറ്ററി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തു നിന്നുള്ള ആരെയും ഹോസ്പിറ്റലിനകത്തേക്ക് കടത്തത്തില്ല. മിലിറ്ററിയിലുള്ളവർക്ക് മാത്രം, അതും ഹസ്ബൻഡായാലും അവർക്ക് പറയുന്ന ആ സമയത്ത് മാത്രമേ ആ ഹോസ്പിറ്റലിൽ കയറുവാനൊക്കത്തുള്ളൂ. മറ്റു പുറത്തു നിന്ന് ആർക്കും വരുവാനോ അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കുവാനോ ഒന്നും പറ്റുകയില്ല. എന്നാൽ ഞാൻ ആ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഈ ദൈവമക്കളെല്ലാം ഹോസ്പിറ്റലിൽ വരും. അവസാനം അവിടുത്തെ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിൻ്റെ ആൾക്കാരെല്ലാം ഈ പൂനെയിലാണോ എന്ന് ചോദിച്ചു. കാരണം എല്ലാ ദൈവമക്കളും വരികയാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവരും VIP-കളായതുകൊണ്ട് ഈ ഓഫീസേഴ്സിന് ഇവരെ അകത്ത് കയറ്റി വിടാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവരെ എല്ലാവരെയും ഹോസ്പിറ്റലിനകത്ത് കയറ്റി വിടുകയും എന്നെ കാണുകയും എനിക്ക് ഹോസ്പിറ്റലിലെ ഭക്ഷണം കഴിക്കുവാൻ അവർ അനുവാദം തന്നില്ല. കാരണം ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ മാത്രമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ പരിപാലിച്ചു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജായി ഭവനത്തിൽ തിരിച്ചുപോയി കഴിഞ്ഞിട്ട് വീണ്ടും പരീക്ഷണങ്ങളുടെ സമയങ്ങളായിരുന്നു. എൻ്റെ മകന് കുഞ്ഞിൻ്റെ വലത്തെ ചെസ്റ്റ് ഇങ്ങനെ പഴുത്ത് ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് വന്നു. ഒരു 15 ദിവസമായപ്പോൾ വളരെയധികം ഭാരമുണ്ടായി. വളരെയധികം ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് വാങ്ങിച്ച കുഞ്ഞാണ്. വളരെ കഷ്ടതകൾ കൂടെ ഞങ്ങൾക്ക് ചുരുക്കം കുറച്ച് ദിവസങ്ങൾ വളരെ കഷ്ടതകൾ കൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ വീണ്ടും ഈ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റാക്കി പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അവന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ആ 17-ാമത്തെ ദിവസം ആ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ കുഞ്ഞിനെ കയറ്റിയപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കലിരുന്ന് കരയുന്ന ഒരമ്മയുടെ അവസ്ഥ നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. കാരണം ദൈവസേനയിൽ വളരെയധികം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ്. അതിനെ ആ 17-ാമത്തെ ദിവസം അതിനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുക, ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും വളരെ വേദനാജനകമായ അവസ്ഥയാണ്. എന്നാൽ അത് ചെയ്ത് അവനെ പുറത്ത് കിട്ടിയപ്പോൾ അവന് പൂർണ്ണമായ ആരോഗ്യം കിട്ടുകയും ഇന്ന് അവന് 25 വയസ്സുണ്ട്. വളരെ ആരോഗ്യത്തോടെ നല്ലൊരു യൗവനക്കാരനായി അവൻ നിൽക്കുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. തുടർന്ന് 2ാമതൊരു കുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു, ബെഞ്ചമിൻ. അവനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി. അവനും കർത്താവിൻ്റെ വേലയിലും ജോലിയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. ICPFൻ്റെ കൊല്ലത്തെ സ്റ്റാഫ് വർക്കറായിട്ടും ICPFിൽ ഒരു സജീവാംഗമായിട്ടും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും കർത്താവ് അത്ഭുതങ്ങളുടെ വഴിയിൽ കൂടെ ദൈവം നടത്തുന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഹരിയാനയിൽ ക്വാർട്ടേഴ്സിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവശബ്ദം എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. അനേക കഷ്ടങ്ങളിൽ കൂടി നീ ദൈവരാജ്യത്തിൽ കടക്കണമെന്നുള്ളത്. അന്ന് അനേക കഷ്ടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ കഷ്ടതകൾ ഇത്രയും വലിയ കഷ്ടതകളാണ് ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ ദൈവം മുന്നമേ അരുളി ചെയ്തതുകൊണ്ട് ഈ കഷ്ടതകൾ വന്നപ്പോൾ ഒരിക്കലും പതറിപ്പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. കഷ്ടതയിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിൻ്റെ മാറോട് ചേർന്നിരിപ്പാൻ, അവനെ ഒരിക്കലും കുറ്റം പറയാതെ ദൈവത്തിൻ്റെ വഴികളെ ഓർക്കുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. തുടർന്ന് ഞങ്ങൾക്ക് ജോലിയിൽ അവിടെ ആയിരിക്കാനും പിന്നീട് 2013 പെൻഷനാവാനും കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് ഏറിയ നാൾ കഴിഞ്ഞാലും അത് നിനക്ക് തിരിച്ചു ലഭിക്കുമെന്ന്. അല്ലെങ്കിൽ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റിയാലും അത് വരും നിശ്ചയം. എൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു, ഒരു കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളത്. അങ്ങനെ പെൻഷനായിട്ട് വന്ന് വളരെ വലിയ പ്ലാനിങ് ആയിട്ട് കർത്താവ് ദാസൻ വന്നു. ബിസിനസ്സുകൾ ചെയ്യുവാനും ഗവൺമെൻറ് ജോലിയിൽ വീണ്ടും പ്രവേശിക്കേണ്ടതിനും ഒക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളോടുകൂടെ വന്നു. എങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ദൈവാത്മാവ് തന്നോട് സംസാരിച്ചു, നീ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും നീ പരാജയപ്പെടും, അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പറഞ്ഞു. അതുകൊണ്ട്
ഒരുക്കി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് 2013 ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകാൻ തക്കണം ഇടയായി തീർന്നു. ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ബൈബിൾ പഠനം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2018 എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് ഒരു എനിക്ക് തലവേദന ഉണ്ടാകുകയും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ, തലവേദന ഉണ്ടായിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ലീക്ക് ആവാൻ തക്കണം ഇടയായി തീർന്നു. ആദ്യം അത് പനിയായിരിക്കുമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവർ പറഞ്ഞു പനിയാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് പനിയല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പനിയല്ല, ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ, എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് ഒരു പൊട്ടലുണ്ട്. അപ്പോൾ തലയ്ക്കകത്തെ ഫ്ലൂയിഡാണ് ഈ മൂക്കിൽ കൂടെ ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന് പോലും അതിശയം വന്നു, എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ എന്നെ പെട്ടെന്ന് എമർജൻസി അഡ്മിറ്റ് ചെയ്ത് എൻ്റെ തലയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ദൈവം ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്വം, ദൈവം കേട്ട ശബ്ദമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കഷ്ടതകൾ വരുമ്പോൾ ഒരിക്കലും പതറിയില്ല. അപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. അവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ബോൺമാരോ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണമായിരുന്നു. ബോൺമാരോ ചെയ്തു. ആ ബോൺമാരോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നട്ടലിൽ കൂടെ ഒരു ഇഞ്ചക്ഷനൊക്കെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് കയറ്റി വിടുമ്പോൾ ആ തലച്ചോറിലുള്ള ഫ്ലൂയിഡ് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു സിറിഞ്ച് കയറ്റി വിടുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ സമയത്ത് എൻ്റെ ശരീരം വല്ലാതെ പെരുത്തൊരു വല്ലാത്ത സ്ഥിതിയിലായപ്പോൾ ഞാൻ അല്പം ഒന്ന് പതറിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കണ്ണാൽ കാണുവാൻ തക്കണം ഇടയായി തീർന്നു. ഞാൻ വിചാരിച്ചു അവിടെയുള്ള നേഴ്സുമാരായിരിക്കും ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എൻ്റെ വട്ടം നിൽക്കുന്നതെന്ന് തോന്നി എനിക്ക്. പക്ഷേ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ അവരെയൊന്നുമല്ല കണ്ടത്, അത് ദൂതന്മാരായിരുന്നു. അവർ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം, ഒരു പ്രാർത്ഥനാ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ വളരെ ധൈര്യത്തോടെ ആ ബോൺമാരൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുവാൻ തക്കണം സർവശക്തനായ ദൈവം ഇടയാക്കി. തുടർന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഡോക്ടറുടെ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ ആ ബോൺമാരോ കഴിഞ്ഞ് പിന്നെ ഒരു MRI എടുത്തു. ആ MRIയുടെ റിസൾട്ട് ഡോക്ടർക്ക് ചെന്നപ്പോഴാണ് അവർ പെട്ടെന്ന് ഞങ്ങളെ എമർജൻസി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അത്യാവശ്യമായിട്ടും വീട്ടിൽ പോകേണ്ട, തിരിച്ചു വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ വിജയകരമായി എൻ്റെ തലയുടെ ഓപ്പറേഷൻ നടക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ അത് ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ തലച്ചോറ് ഇളക്കുവാനോ ഒന്നും ഇടയായി തീർന്നില്ല. എൻഡോസ്കോപ്പ് വെച്ച് അങ്ങനെയാണ് എൻ്റെ മൂക്കിൽ കൂടെ എൻഡോസ്കോപ്പി ഇട്ടാണ് ആ ഓപ്പറേഷൻ ചെയ്തത്. അതിനുശേഷം ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ ദിവസം, ഒരു 7 ദിവസം എനിക്ക് ട്യൂബ് മാത്രം ഇട്ട് എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാനോ ചലിക്കുവാനോ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ഒരു 7 ദിവസം ബെഡിൽ തന്നെയായിരുന്നു. തുടർന്ന് എൻ്റെ ട്യൂബുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കൂടെ അവിടെ കിടന്നു. ആ കിടന്ന സമയത്ത് ഡോക്ടർമാർ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ എന്നെ മണപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും മണം എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മൂക്കിന് ഇനി ഈ മണം തിരിച്ചു കിട്ടത്തില്ല, അത് ഈ മൂക്കിൽ കൂടെ ചെയ്തതുകൊണ്ട് മൂക്കിൻ്റെ മണക്കാനുള്ള എല്ലാ ഇതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും മണം തിരിച്ചറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം എത്ര അത്ഭുതകരമായ ദൈവമാണ്. ഒരു 3 മാസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മൂക്കിന് ആ മണത്തെയൊക്കെ തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആ ദൈവം കൃപ തന്നു. ഇന്നും ഞാൻ വളരെ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവസനിലായിരിക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. കഷ്ടതകൾ നമ്മുടെ അവകാശമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ദൈവം കഷ്ടതകൾ ജീവിതത്തിൽ തരുമ്പോഴും ആ കഷ്ടതയിലും കർത്താവിന് വേണ്ടി പാടുവാൻ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഓരോ ദിവസവും അവൻ ജയത്തോടെ നമ്മളെ നിർത്തുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാനായിട്ട് കഴിയും. തുടർന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയും പല ഓപ്പറേഷനുകളും എൻ്റെ ശരീരത്തിൽ ചെയ്യേണ്ടി വന്നു. എങ്കിലും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അത് ദൈവത്തിൻ്റെ വചനമാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. യഹോവയെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിന് വേണ്ടി ഇന്നുവരെ നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ വള്ളിക്കാവിൻ്റെ വള്ളിക്കാവ് എന്ന് പറയുന്ന ദേശത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി അവിടെ സുവിശേഷ വേലയോട് ബന്ധത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതായത് നമ്മുടെ മലയാളികളുള്ള എല്ലാ ദേശങ്ങളിലും ആ സംഭവം അറിഞ്ഞതാണ്. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്
ഒരു കൂട്ടം മുഖംമൂടി ധരിച്ച ചെറുപ്പക്കാർ പിള്ളേർ വന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചാൽ അവർ വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരെ നോക്കി ചിരിച്ചു. എൻ്റെ ധാരണ ഇവർ മുഖംമൂടിയൊക്കെ വെച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ധാരണ ഇവർ ഈ കോവിഡ് കാലമായതുകൊണ്ട് ഇവർ അതിനു വേണ്ടിയിട്ട് മുഖംമൂടി മാസ്ക് വെച്ചിരിക്കുകയായിരുന്നു ഉള്ളതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ ഇവരെ കണ്ട് ചിരിച്ചു, ഇവർ എന്നോടും ചിരിച്ചു. ഇവർ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പാസ്റ്റർ അടുത്ത് ചോദിച്ചു, ഇവിടെ എന്താ പ്രാർത്ഥന വല്ലതും നടത്തുകയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതേ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞതും ഇവർ പാസ്റ്ററെ അങ്ങ് അടിച്ച് കന്നത്തും മുഖത്തും തലയ്ക്കും എല്ലാം അടിച്ച് വളരെയധികം ക്രൂരമായി ഇവരെ ഉപദ്രവിച്ച് വളരെയധികം ഉപദ്രവത്തിന് ഞങ്ങൾ ഇരയായി തീർന്നു. എന്നിട്ട് ഇവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, മേലാൽ അവിടെ ചെന്നാൽ ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ എൻ്റെ 95 വയസ്സുള്ള എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ അന്ന് ആരാധനയ്ക്ക് വന്നു. അമ്മയെയും ഇവരൊരു മടലെടുത്ത് കഴുത്തെ കൊണ്ടുവച്ചിട്ട് കൊന്നുകളയുമെന്ന് പറഞ്ഞ് അമ്മയും ഭീഷണിപ്പെടുത്തി. അങ്ങനെ വളരെയധികം വളരെ വലിയൊരു ഭീകര അന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചു. എന്നാൽ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇവരോട് പ്രതികരിക്കുവാനോ ഇവരോട് ഒരു വാക്ക് സംസാരിക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. ആ സമയത്ത് വളരെ ഉച്ചത്തിൽ ആ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പുറത്തുപോയി. ആ ഗ്രൗണ്ടിലൊന്നും ആരുമില്ല. ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു കെട്ടിടത്തിലാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു 3 ഏക്കർ സ്ഥലമുണ്ട്. ആ 3 ഏക്കറിനകത്തും മതിലാണ്, അതിനകത്ത് മറ്റാരുമില്ല. അപ്പോൾ എല്ലാവരും ഗേറ്റിന് വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ പുറകുവശത്തു കൂടി അകത്ത് കയറി വരുന്നത്. ആ സമയത്ത് ഇവരെ അടിച്ച് ഉപദ്രവിച്ച് അത്രയും സമയത്ത് ഇവരോടൊന്ന് സംസാരിക്കുവാനോ ഉച്ചത്തിലൊന്ന് വാ വെക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങളും ഭയന്നു പോയി. ഇവരെ ഓരോ കൈ കൊണ്ട് തടഞ്ഞ് ഇവരെ ഞാൻ പുറത്താക്കി. അങ്ങനെയൊക്കെയോ ഇവരെ ഞാൻ പുറത്താക്കി കഴിഞ്ഞ് ഇവർ പോയി. അങ്ങനെ ഞങ്ങൾ സാധുക്കളാ ഞങ്ങൾക്ക് അടി കൊണ്ടാൽ ആര് ചോദിക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരുന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അന്ന് ഞങ്ങളുടെ പ്രസ്പെക്ടറായിരുന്ന അലക്സാണ്ടർ ശാമുവേൽ പാസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ വിവരം പറഞ്ഞു. പാസ്റ്ററെ, അവിടെ സുവിശേഷ വിരോധികൾ വന്നു, ഞങ്ങളെ ഉപദ്രവിച്ചു, ഞങ്ങൾ ഭവനത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. പാസ്റ്റർ പെട്ടെന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും നമ്മുടെ ക്രിസ്ത്യൻ പത്രത്തിലേക്ക് ആ വാർത്ത ഇടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അത് ലോകം വ്യാപകമായി എല്ലാ മലയാളികളുള്ള ദേശം എല്ലാം അതറിയുകയും വളരെയധികം ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പാസ്റ്റർ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയെങ്കിലും അവിടെ ഞങ്ങളെ അഡ്മിറ്റാക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ സുവിശേഷ വിരോധികൾ ചെയ്തു. എന്നാലും വലിയൊരു സമൂഹം ഞങ്ങൾക്ക് വേണ്ടി അവിടെ കടന്നു വന്നപ്പോൾ അത് കക്ഷി രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയ പ്രതിനിധികളായാലും മറ്റ് ചെറുപ്പക്കാരായാലും എല്ലാവരും അവിടെ ഹോസ്പിറ്റലിൽ കടന്നു വന്നത് മുഖാന്തരം ഹോസ്പിറ്റലുകാർക്ക് ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു. ചില ദിവസങ്ങൾ അവിടെ ചികിത്സയിൽ കഴിയേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ കർത്താവിൻ്റെ ദാസൻ ശാരീരികമായി വളരെ ക്ലേശങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ വേളിൽ നിന്ന് പിന്തിരിക്കാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും ഞങ്ങൾ നീക്കിക്കളയാൻ കഴിയുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കർത്താവിൻ്റെ വേല ആ വള്ളിക്കാവ് എന്ന് പറയുന്ന ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു, കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. എതിർപ്പുകൾക്ക് നടുവിലും യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്ന സുവിശേഷകർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോളി റെജിയുടെ ഈ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് എന്നും പ്രചോദനമാകട്ടെ.